2, 3, 7, 8 ഇവയുടെ പവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ഇതാണ്. ഇപ്പൊ ഇവിടെ 7ആണ്. 7/231. അപ്പൊ നിങ്ങൾക്കറിയാം ഈ സംഖ്യകളൊക്കെ 4 തവണ വരുമ്പോഴാണ് മാറി വരുന്നത്. ഇവിടെ 2/1 2 തന്നെയാണ്. 2/2 2 4ആണ്. 2/3 8ആണ്. 2/4 അവസാനത്തെ അക്കം 6ആണ്. 16 6ആണ്. ഇത് വീണ്ടും 2/5 പോകുമ്പോൾ 32 വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് കയറി വരും. 2/6 കയറി വരുമ്പോൾ 64 4 വരുന്നു. അങ്ങനെ 4 പ്രാവശ്യം വരുമ്പോഴാണ് ഇവ മാറി വരുന്നത്. അത് ഈ 2 മാത്രമല്ല, 2 ആയാലും 3 ആയാലും 7 ആയാലും 8 ആയാലും. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം 7ന്റെ കാര്യം പറഞ്ഞെങ്കിൽ 7/1 അവസാനിക്കുന്നത് 7ലാണ്. ഫെർമിൻ ജോസ് 7/2 അവസാനിക്കുന്നത് എത്രയിലാണ്? 9. അപ്പൊ 7/1 അവസാനിക്കുന്നത് 7, 7/2 അവസാനിക്കുന്നത് 9 എന്ന് പറഞ്ഞാൽ 49 അവസാനം 9ആണ്. മോനെ 7/3 അവസാനിക്കുന്നത് എവിടെയാണ്? 3 എന്ന് പറഞ്ഞാൽ 343 അവസാനത്തെ അക്കം 3ആണ്. 7/4 അവസാനിക്കുന്നത് എവിടെയാണ്? 1ലാണ്. അപ്പൊ ഇവിടെ ഇത് ഓർത്ത് വെക്കണം, ഇല്ലെങ്കിൽ എഴുതി വെക്കാതെ. അപ്പൊ 7ന്റെ ഇനിയിപ്പോ 7/5 വരുമ്പോൾ വീണ്ടും 7 തന്നെ വരും. അപ്പൊ 7ന്റെ കാര്യത്തിൽ തീരുമാനമായി. 7/1 7, 2 9, 3 3 അവസാനിക്കുന്നു, 7/4 1 അവസാനിക്കുന്നു. ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്തിച്ചാൽ കുറെ വിദ്യകളൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞത്. ഇവിടെ 7/231 ആകുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു 7 ആയാലും 8 ആയാലും 4 പ്രാവശ്യം കൂടുമ്പോൾ മാറി വരും. അപ്പൊ 231 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തിനാണ് ഈ പറഞ്ഞ ജോസി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? കാരണം അത് അവസാനം യൂട്യൂബ് പ്ലേസിൽ 6 ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ല, യൂട്യൂബ് പ്ലേസിൽ 1 ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാന് 231 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 × 4 20 ആണെന്നും ബാക്കി 3 31 7 4 28 ആണെന്നും നമുക്കറിയാം. ഈ 31 28 പോയാൽ എത്രയാണ് ഫെർമിൻ ജോസ്? 3. അപ്പൊ 7/231 നമ്മളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ റിമൈൻഡർ എടുത്തിട്ട് ഈ 231 സ്ഥാനത്ത് 7/3 എന്നാണ് എഴുതുക. ഇതിന്റെ അർത്ഥം 7/3ന്റെയും 7/231ന്റെയും റിമൈൻഡർ യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ 7/3ന്റെ യൂണിറ്റ് പ്ലേസ് 3 അല്ലേ? ശരിയാണ്, 3. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം. മൈക്ക് എല്ലാവർക്കും വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു മക്കളെ? മനസ്സിലായി സർ. മനസ്സിലായി. നേരത്തെ ഏതൊരു കുട്ടി ആ കുട്ടി പറഞ്ഞ എനിക്കത് വിവരിച്ചിരുന്നത് പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് മനസ്സിലായ ആവോ? പറഞ്ഞു തരാവോ? എന്താണ് അവളുടെ പേര്? ശ്രേയ. ഏത് സ്കൂളാണ് അവള്? വെള്ളമുണ്ട. വെള്ളമുണ്ട സ്കൂളാണ്. ഓ ശരി ശരി. വയനാടാണല്ലേ? അതെ. ശ്രേയ വയനാടിലാണ്. ഞാൻ ശ്രേയനോട് പറഞ്ഞിട്ടുണ്ട് 2, 3, 7, 8 ഇവയുടെ പവർ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്താണ് 4 കൊണ്ട്. ഇപ്പൊ മോളോട് ഇപ്പൊ 2/231 ആണെന്ന് വിചാരിക്കുക.
അപ്പൊ 2/231 യൂണിറ്റ് പ്ലേസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പം ഫെർമി ജോസ് പറയും. ഫെർമി ജോസെ 231 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് റിമൈൻഡർ എത്രയാ വന്നത് ഓർമ്മയുണ്ട് നേരത്തെ? എത്രയായിരുന്നു? 3. ആ റിമൈൻഡർ എടുത്തിട്ട് ഈ 231 സ്ഥാനത്ത് അത് കൊണ്ടാക്കുക. അതിന് പകരം ആവില്ല, പക്ഷെ യൂണിറ്റ് പ്ലേസ് സെയിം. അപ്പൊ 2/3 എന്ന് പറഞ്ഞാല് എത്രയാകും ജോസെ? 723. അല്ലല്ല, 2/3 എന്ന് പറയാൻ സോറി 8. 7 നോക്കിപ്പോയി. 8. അപ്പൊ മോളെ വെള്ളം കൊണ്ടുള്ള കുട്ടിക്ക് മനസ്സിലായോ? 2/231 2/3 യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും എന്ന സത്യം ഇപ്പൊ മനസ്സിലായി. ഇനി മോൾ എന്ത് ചെയ്യാ? ഈ വീട്ടിൽ ഇരുന്നിട്ട് 8/231 ചെയ്ത് നോക്കുക. ഇനി 231 അല്ലെങ്കിൽ ഏത് സംഖ്യ ചെയ്ത് നോക്കാം. നമ്മളെ ഈ വർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇയറിലേക്ക് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ സാധാരണ ഈ പറഞ്ഞ രീതിയിൽ വരാൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നല്ലേ. ഇപ്പൊ മക്കൾ നോക്കിക്കോളെ, പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്തോളൂ. 2025 ഈ വർഷം. അതിന്റെ മേലെ പവറായിട്ട് 2026 എഴുതി കൊടുക്കുക. എന്നിട്ടോ പ്ലസ് ഇടുക. പിന്നെ 2026 എഴുതുക അടുത്ത വർഷം. അതിന്റെ മേലെ പവറായിട്ട് 2025 എഴുതുക. മക്കൾ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോളൂ, ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയായി? 1. ഇല്ലേ? ഒരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്കറിയാം 5-ൽ അവസാനിക്കുന്നത് 5ന്റെ പവർ ഏത് നാച്ചുറൽ നമ്പർ വന്നാലും അത് 5-ലാണ് അവസാനിക്കുക. 6ന്റെ പവർ ഏതൊരു നാച്ചുറൽ നമ്പർ വന്നാലും അത് 6-ലാണ് അവസാനിക്കുക. ഇവ രണ്ടും കൂടി കൂട്ടിയാൽ അവസാനത്തെ അക്കം 1 ആയിരിക്കും. ഇനി ഇവ തമ്മിൽ അങ്ങ് ഗുണിച്ചു വിട്ടാലോ ഗായത്രി? അവസാനത്തെ അക്കത്തിലേക്കു 0 ആയി. ഒരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടു, 6/1 നിന്ന് 1 കുറച്ചു, 6/2 നിന്നും 1 കുറച്ചു. ബ്രാക്കറ്റ് ഇട്ടാൽ അർത്ഥം ഗുണിക്കണമെന്നാണ്. 6/3 നിന്നും 1 കുറച്ചു. അങ്ങനെ പോയി മുന്നോട്ട് പോയിട്ട് 6/100 നിന്നും 1 കുറച്ചാൽ യൂണിറ്റ് പ്ലേസ് എത്ര? 5. എത്രയായിരിക്കും? മറ്റു മക്കൾ എന്ന് പറയുന്നു യൂണിറ്റ് പ്ലേസ് എത്രയായിരിക്കും? 5. അപ്പൊ പല പ്രാവശ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നതാണ്. 5 പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണ് മക്കളെ. അടുത്ത ചോദ്യം ചിലപ്പോ ഇന്നത്തെ പരീക്ഷയ്ക്ക് അത് വന്നുകൂടാന്നില്ല. അതിന് ഷോർട്ട് വഴിയാണ് പറയുന്നത്. അതായത് x + 1/x = 5 ആണെങ്കിൽ x² + 1/x² എത്ര എന്ന് ചോദിക്കാം ചിലപ്പോൾ. 25 ആണോ? 25 അല്ലല്ലോ. ഈ 5നെ അങ്ങ് സ്ക്വയർ ചെയ്യാം പറയും ജോസ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. 5നെ സ്ക്വയർ ചെയ്യാം. 5നെ സ്ക്വയർ ചെയ്ത് എത്രയാണ്? 25. ആ 25 നിന്ന് ഒരു 2 അങ്ങ് മൈനസ് ചെയ്യണം പറയും ജോസ്. അപ്പൊ എത്ര ഉണ്ടാവും? 20. നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ഉള്ള സംഖ്യയുടെ സ്ക്വയർ ചെയ്ത് 2 വർഷമാണ്. മോനെ ഇങ്ങനെ ഒരു ചോദ്യം, x + 1/x = 3.
എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കുമോ? 7. അതായത് ഈ 3നെ സ്ക്വയർ ചെയ്യുക. ഗായത്രി 3നെ സ്ക്വയർ ചെയ്യുക. 3നെ സ്ക്വയർ അപ്പോ 9ൽ നിന്ന് 2 കുറച്ചാൽ 8. ഇനി പെർമിൻ ജോസഫ് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ കാട്ടിക്കുളം സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലൊന്നുണ്ടോ? കാട്ടിക്കുളം വയനാട് ആരാണാവോ? പേരില്ലേ? പേര് പറയണേ. അദ്വൈതം ശരി. അപ്പൊ ഇതാണ് പെർമിൻ ജോസഫ് നമ്മുടെ സ്ഥിതി. നമ്മൾ അതിനാൽ ഇനി പെർമിൻ ജോസഫ് നേരെ തിരിച്ചു ചോദിച്ചാലോ? x² + 1/x² = 23. x + 1/x എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ പെർമിൻ ജോസഫ് മറുപടി? 5. 5. 23 എത്ര കൂട്ടണം? 2 കൂട്ടിയിട്ട് സ്ക്വയർ റൂട്ട് കൂട്ടുക. ഇനി വേറൊരു കാര്യം ചോദിക്കാം. 2 സ്ഥലത്ത് ഒരുപോലെ വരുന്ന സാധനം നോക്കോളെ. അങ്ങനെയും വരാം. x + 1/x = 2. x² + 1/x² എത്രയാണ്? 2 തന്നെയായിരിക്കും. കാരണം 2ന്റെ സ്ക്വയർ 2 കുറച്ച 2 തന്നെയാണ്. അപ്പൊ 2 സ്ഥലത്ത് ഒരുപോലെ വരുന്നത് 2ന്റെ കാര്യത്തിലാണ്. ശരി. ഇനി നമ്മളുടെ ചോദ്യം നമുക്ക് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയും വരാം. ഷോർട്ടായിട്ട് തന്നെ എഴുതാം. 33 ആളുകള് എത്ര പേരാണ്? 33 ആളുകൾ. ഹോസ്റ്റലിലെ കുട്ടികൾ മൈക്കൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ 15 ആളുകള് ഇപ്പൊ വിളിച്ചു പറയരുതേ, എത്ര ദിവസം എടുക്കും? ജോലിയും ദിവസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. 33 ആളുകൾ 10 ദിവസം കൊണ്ടൊരു ജോലി ചെയ്തു തീർക്കും. 15 ആളുകൾ എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ മക്കൾ ഒന്നും ചെയ്യണ്ട. ആദ്യം തന്നിരിക്കുന്ന ഈ 33ഉം 10ഉം തമ്മിൽ എപ്പോഴും ആദ്യം തന്നത് ആളുകളുടെ എണ്ണവും പിന്നെ ദിവസവും ആയിരിക്കും. ആളുകളുടെ എണ്ണവും ദിവസവും തമ്മിൽ ഒറ്റ ഗുണിക്കല്. പിന്നെ എന്ത് ചെയ്യണം പെർമിൻ ജോസ്? രണ്ടാമത് തന്ന ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അതായത് ആദ്യം തന്ന 2ഉം തമ്മിൽ ഗുണിച്ചിട്ട് രണ്ടാമത് തന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ഓക്കെ ആവും. ഇവിടെ തന്നെ ഇതൊക്കെ ചെയ്യാം. നോക്കോളെ, ഈ 15ഉം 33 എടുത്തേക്കുക. അല്ലെങ്കിൽ നമുക്ക് 15ല് എത്ര 5 ഉണ്ട്? 3. 2 5 10. 3 3ൽ ഒരു പ്രാവശ്യം, 33ല് 11 പ്രാവശ്യം. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ് പെർമിൻ ജോസ്? 22. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ജോലിയും ദിവസവും തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നത് തമ്മിൽ ഗുണിക്കുക, രണ്ടാമത് തന്നുകൊണ്ടായിരിക്കുക. അതാണ് നിയമം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ജനറൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അത് ചിലപ്പോ 4ാം ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടതുപോലെ വരാം. ചോദ്യം ഇതാ, ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 2 അക്ക സംഖ്യ ഇതാണെന്ന് വിചാരിക്കുക. അത് തിരിച്ചിട്ട് ആ 2 അക്ക സംഖ്യ തിരിച്ചിട്ടു. ഒരു 2 അക്ക സംഖ്യയും അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യയും ഇവ തമ്മിലുള്ള വ്യത്യാസം 54 ആണ്.
a 2-digit number interchange the number. The difference of those numbers is 54. 54 എങ്കിൽ ആ സംഖ്യയുടെ എന്ന് പറഞ്ഞാൽ AB എന്ന ഈ രണ്ടക്ക സംഖ്യയാണെങ്കിൽ അവയുടെ അക്കങ്ങളുടെ വ്യത്യാസം എത്രയായിരിക്കും? ഗായത്രി, എന്റെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ മകളെ. അതായത് ഇവിടെ 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പറിനെ AB-ന്ന് സിംബിളൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ AB-ന്ന് അത് നേരെ തിരിച്ചിട്ടുള്ള ഫോം BA. അപ്പൊ അതിൽ നിന്ന് AB-ന്ന് BA മൈനസ് ചെയ്താല് നമുക്ക് 54 ആയിരിക്കും കിട്ടുക. അപ്പൊ A-ന്ന് B മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? അതായത് ആ 2 ഡിജിറ്റ് തമ്മിൽ മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? A 2-digit number interchange the number. The difference is 54. What is the difference of the digits എന്നാണ്? അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. കുട്ടികളെ ഒന്ന് തുറന്നിട്ട് നോക്കട്ടെ, അവര് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അറിയാമെങ്കിൽ അറിയാമെന്ന് പറയും. 6 ശരിയാണ്. ഇത്ര വേഗം മക്കൾ 6 പറഞ്ഞത് ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത് അറിയങ്ങള്? നിങ്ങൾ ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് 2-digit നമ്പർ കൊണ്ടുള്ള കളിയിലും കളിച്ചു നോക്കാൻ. ഫെർമിൻ ജോസ്, ഏതെങ്കിലും 2-digit നമ്പർ പറയൂ മകനെ. 65. ഞാൻ ഇതേറ്റ് ബന്ധമില്ല, വേറൊന്നും എഴുതാൻ. മോനെ അത് തിരിച്ചിട്ടാൽ എങ്ങനെ വരും? 56. 60 56 കുറച്ചാൽ എത്രയാ മോനെ? 9. കണ്ടോ? ഇങ്ങനെ ചെയ്താൽ 9ന്റെ മൾട്ടിപ്പിളേ കിട്ടും, അത് വേറെ കാര്യം. ഇനി ഈ 9നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് മകനെ? 1. അപ്പൊ 3 നോക്കിക്കോ, 6-ന്ന് 1 കുറച്ചാലും 6-ന്ന് 5 കുറച്ചാലും 1 അല്ലയോ? അതെ. ഗായത്രി, വേറൊരു 2-digit നമ്പർ പറയൂ. പക്ഷെ ഗായത്രി അത് പറയുമ്പോൾ ആ 2-digit നമ്പറിന്റെ വ്യത്യാസം 6 വരണം. എഴുപത്തിമൂന്ന് വ്യത്യാസം 6 വരുമെന്ന് എനിക്ക് തോന്നില്ല. അല്ല, 6 വരില്ല. 6 വരണം. 93. അത് ശരിയാണ്. ഗായത്രി, ഈ 93 തിരിച്ചിട്ട് 39. 93 39 കുറയ്ക്കും. 6. അതെ, 54. എന്താടോ കുറയ്ക്കാൻ എത്ര പണി? 54 ഉണ്ടോ? ചോദ്യം കണ്ടങ്ങള്. A 2-digit number interchange number, the difference is 54. എങ്കിൽ 9-ന്ന് 3 കുറച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ 6 കിട്ടണമെങ്കിൽ ഈ 54-നെ നിങ്ങൾ ഉടനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മതി. 9 പ്രത്യേക കഴിവൊക്കെ ഉണ്ട്. 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മതി. 31 2-digit നമ്പർ. 13 അത് മാറ്റിയാൽ കുറച്ചാൽ 8 3 11 18. നിങ്ങൾ നോക്കൂ, 18-നെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് തന്നെയാണ് 3-ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 2. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് യെസ് എന്ന് പറയാം. അപ്പം ഇത്തരം കഴിഞ്ഞാൽ ഉടനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മതി എന്ന് വ്യക്തം. ഇത്ര സംഖ്യ വന്നു കഴിഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി മക്കളെ, 9ന്റെ കളി ഇനിയും വരുന്നുണ്ട്. 9-ൽ അവസാനിക്കുന്ന 2 അക്ക സംഖ്യയുടെ പ്രത്യേകത. നിങ്ങൾ 9-ൽ അവസാനിക്കുന്ന ഏത് 2 അക്ക സംഖ്യ എടുത്തോ, ചോദ്യം ഉണ്ടാക്കാൻ ഒരു പണിയില്ല. 2-നെ 9 കൊണ്ട് ഗുണിച്ച് 29 എടുത്തു. 2 9 18. 2-ഉം 9-ഉം തമ്മിൽ കൂട്ടി
9 2 11. ഇവ തമ്മിൽ വീണ്ടും കൂട്ടിയാൽ ആ 29ലേക്ക് തിരിച്ചു വരും. കണ്ടോ? ആദ്യത്തെ 29ലേക്ക് തിരിച്ചു വരും. നിങ്ങൾ 59 എടുത്തു. ഫെർമിൻ ജോസ് 5നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 45. 45. 5ഉം 9ഉം കൂട്ടിയാൽ എത്ര ഫെർമിൻ ജോസ്? 14. 14. 45ഉം 14ഉം വീണ്ടും കൂട്ടിയാൽ എത്ര മോനെ? 59. 59. ഇപ്പൊ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? നിങ്ങൾ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ഗുണനഫലവും ആ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ തിരിച്ചു കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര, അല്ലെ വൺസ് പ്ലേസ് എത്ര എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുക? 9. കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യേസ് എന്ന് പറയട്ടെ. സർ മനസ്സിലായി. അപ്പൊ അത് ആ വകയിലുള്ള ചോദ്യമാണ്. ഇനി 9 ഒരുപാട് പ്രശ്നങ്ങളുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പലപ്പോഴും 9 കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ 2 കിട്ടുന്നൊക്കെ ഉണ്ടാവും. വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. 0 അവസാനിക്കുമല്ലോ ഒരു സംഖ്യ, പിന്നെ അവസാനിക്കുന്നത് 1 പിന്നെ 2 അവസാനിക്കും, പിന്നെ 3 അവസാനിക്കും, പിന്നെ 4 അവസാനിക്കും, 5 അവസാനിക്കും, 6 അവസാനിക്കും, 7 അവസാനിക്കും, 8 അവസാനിക്കും, 9 അവസാനിക്കും. ഈ ഡിജിറ്റിലല്ലാതെ വേറെ ഡിജിറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇങ്ങനെയുള്ള 10 ഡിജിറ്റിലാണല്ലോ ഏതൊരു സംഖ്യയും അവസാനിക്കുക. അപ്പൊ നിങ്ങൾ ഈ അടുത്തടുത്ത ഡിജിറ്റ് തമ്മിലൊന്ന് ഗുണിച്ചു നോക്ക്. 0 അവസാനിക്കുന്നതും 1 അവസാനിക്കുന്നതും തമ്മിൽ ഗുണിച്ചാൽ 0 കിട്ടുന്നു. 1 അവസാനിക്കുന്നതും 2 അവസാനിക്കുന്നതും തമ്മിൽ ഗുണിച്ചാൽ 2 കിട്ടുന്നു. 2 അവസാനിക്കുന്നതും 3 അവസാനിക്കുന്നതും തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടുന്നു. 3ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ അവസാനിക്കുന്നത് 2ലാണ്. 4ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ അവസാനിക്കുന്നത് 0ലാണ്. 5ഉം 6ഉം തമ്മിൽ ഗുണിച്ചാൽ അവസാനിക്കുന്നത് 0ലാണ്. ഇത് 2ലാണ്, ഇത് 6ലാണ്, ഇത് 2ലാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഫെർമിൻ ജോസ്? 0 മുതൽ 9 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലം 0. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചോളൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തത്, യൂണിറ്റ് പ്ലേസിൽ വരാത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ 2 അടുത്തടുത്ത സംഖ്യകൾ 15ഉം 16ഉം അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരിക 0 ആയിരിക്കും. 5 × 16. അപ്പൊ 0 ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ 23 × 24 ഒറ്റയുടെ സ്ഥാനത്ത് 2 വരിക. അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തത് എന്ന് പറഞ്ഞിട്ട് ഈ 2ഉം 0ഉം 6ഉം അല്ലാത്ത ഏതൊരു സംഖ്യയും ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ജനറൽ ചോദ്യങ്ങളിൽ വരുന്നതാണെന്ന് തിരിച്ചറിയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കുറച്ച് ഉയർന്ന തരത്തിലുള്ള ചോദ്യമാണ്. ആ ചോദ്യം ശ്രദ്ധിക്കുക. 3⁻41 പ്ലസ് 3⁻42 പ്ലസ് 3⁻43 പ്ലസ് 3⁻44 പ്ലസ് 3⁻45. ഈ ഒരു സംഖ്യയെ ഇതിനെ എക്സാക്ട്ലി ഡിവിസിബിൾ, നിശേഷം ഹരിക്കാൻ കഴിയുന്ന, പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന നമ്മൾ അതിന് പറയാ എക്സാക്ട്ലി ഡിവിസിബിൾ എന്നാണല്ലോ. പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ്? സംഖ്യ ഏത്? ഓപ്ഷൻസ് ആർ 4, 5, 11, 17. ചോദ്യം ഒന്ന് വായിച്ചെടുക്കും ഫെർമിൻ ജോസ്. 4⁻41 പ്ലസ് 3⁻42 പ്ലസ് 3⁻43 പ്ലസ് 3⁻44 പ്ലസ് 3⁻45.
ഇതിലെ എക്സാക്ട്ലി ഡിവിസിബിൾ ആയ സംഖ്യ ഏത്? 4, 5, 11, 17. ആദ്യത്തത് എന്താ മുമ്പ് വായിച്ചത്? ആദ്യത്തെ ഏത്? ഒന്നുകൂടി വായിച്ചേ. 3⁻41. അതാ ശരി. കുട്ടികൾ ചെയ്യട്ടെ. ഗവൺമെന്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. ഇന്നത്തെ പരീക്ഷ എഴുതുന്നുണ്ടോ? ഏത് പരീക്ഷ സാർ? ഇന്നൊരു മോഡൽ എക്സാം ഉണ്ട് KPSTയുടെ. നിങ്ങളെ പേരൊന്നും അറിയില്ലേ? KSTD അല്ലേ? ഇന്ന് ഒരു മോഡൽ എക്സാം ഉള്ള പേര് അറിയുമോ? അത് എഴുതുന്നുണ്ടോ? അപ്പോ അത് എഴുതി കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണേ. ഇതില് മലയാളം മീഡിയം കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? പേരെന്താ? ഗൗരി ശങ്കർ. ഗൗരി ശങ്കർ ഏത് സ്കൂളാ? സർവോദയം. സർവോദയത്തിലെ ഗൗരി ശങ്കറിനെ കുറെ കാലം കാണാത്ത. 10 മിനിറ്റ് മുമ്പ് ഒന്ന് വിളിക്കണേ, ക്ലാസ് കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൗരി ശങ്കരെ മലയാളം മീഡിയത്തിലാണോ എഴുതുന്നത്? അതെ. പരീക്ഷ കഴിഞ്ഞാല് ആ ചോദ്യപേപ്പർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. നല്ല ക്ലിയർ ആയിട്ട് ചെയ്തേ. ശരി. ഗൗരി ശങ്കറിന് ഇതിന്റെ ഉത്തരം അറിയാമോ? ഇല്ല സർ, ചെറിയ ഡൗട്ട് ഉണ്ട്. ഡൗട്ട് എന്താ? ഡൗട്ട് പറയൂ. എനിക്ക് കൃതീകരണം ഇച്ചിരി പ്രയാസം ചെയ്യാല്. പ്രയാസമുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം ഗൗരി ശങ്കർ കേട്ടോ. നമ്മൾ എന്തായാലും ഈ ഓപ്ഷൻ ആണ് ഓർമ്മിച്ച് വെച്ചോ. എന്തൊക്കെയാണ് ഓപ്ഷൻ? 4, 5, 11, 17. ഓപ്ഷൻ ആണ് ഓർമ്മിച്ച് വെച്ചോളൂ. ബാക്കി എന്തൊക്കെയാ ഞാൻ കളിക്കുന്നത് നോക്കിക്കോളൂ. ഇത് എളുപ്പമാണ് സംഗതി. ഈ 3⁻41 എന്ന് പറയാം. 3 41 പ്രാവശ്യം എഴുതി ഗുണിക്കണം, പിന്നെ 3 42 പ്രാവശ്യം എഴുതി ഗുണിക്കണം. അങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് വലിയൊരു സംഖ്യ കിട്ടിയിട്ട് അതിനെ പിന്നെ ഏത് സംഖ്യ കൊണ്ടാണ് നിശേഷമായിരിക്കാൻ പറ്റുന്നൊക്കെ ചോദിച്ചാൽ ഗൗരി ശങ്കർ അതിന്റെ എളുപ്പമാർഗം. ഇതിൽ ഏറ്റവും ചെറുതാരാണ് ഗൗരി ശങ്കർ? 3⁻41 അല്ലേ? 3⁻41. ആ ചെറുതിനെ ഒന്നിച്ചങ്ങ് എടുത്തിട്ട് ഒരൊറ്റ കോമൺ ആയിട്ട് ഒരു 3⁻41 കൊണ്ട് ഇതിനങ്ങ് ഹരിച്ച് കളിയുക. എല്ലാത്തിനെയും 3⁻41 കൊണ്ട് അങ്ങ് ഹരിച്ച് കളിയുക. നമുക്ക് അങ്ങനെ ചില കളിയെല്ലാം കളിക്കാം. എല്ലാത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താലൊന്നും വിലക്ക് മാറ്റം വരില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം. ഗൗരി ശങ്കറെ, ഒരു സംഖ്യയുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ, അംശവും ഛേദവും തുല്യമാണെങ്കിൽ അതിന്റെ ഉത്തരം എത്രയാണ്? അത് ഒരു ഫുൾ ആയിട്ടുള്ള സംഖ്യ തന്നെ ആയിരിക്കും. അല്ലല്ല, എന്റെ ചോദ്യം ഇതാണ്. 3⁻41/3⁻41 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എത്രയാണ്? അതിന് മറുപടി വരാം. 1 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ 1. അപ്പൊ 3⁻41 ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ ഗൗരി ശങ്കർ? അതെ. ഇനി എന്റെ ചോദ്യം, 3⁻42 നിന്ന് 3⁻41 കുറച്ചാൽ എത്രയാണ്? നിങ്ങൾ പഠിച്ചതാണ്. പ്രത്യേക നിയമം നിങ്ങൾ പഠിച്ചതല്ലേ? നിങ്ങൾ പിന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനില് x⁻n പഠിച്ചല്ലേ? അപ്പൊ 42 1 കുറച്ചാൽ എത്രയാ? 42 കുറച്ചാൽ എത്രയാ? 42 കുറച്ചാല് ഇങ്ങനെ കുറയ്ക്കും. 42 41 കുറച്ചാൽ എത്രയാന്ന് എന്റെ ചോദ്യം. 1. ഗൗരി ശങ്കറി വേണ്ടാന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. 42 നിന്ന് 41 കുറച്ചാൽ എത്ര? 1. അപ്പൊ അത് 3⁻1. ഇനി അടുത്തത് 3⁻43 43 കുറച്ചാൽ എത്രയാ? കുറച്ചാൽ 43 43 കുറച്ചാല്
3 1 കുറച്ച് എത്രയാണ്? 3 കുറച്ച് 2. അത് പറഞ്ഞാണ് സ്പീഡില്. 2. 2. ഇതിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ 3/2. ഇനി 44 41 കുറച്ച് എത്രയാണ്? 3. 3/3. ഇനി 45 നിന്ന് 41 കുറച്ച് എത്രയാ? 4. 3/4. അപ്പൊ ഒന്നുകൂടി പറയാം. 3/41 കോമൺ ആയിട്ട് എടുത്തു ചെറുതിനെ. എന്നിട്ട് 3/41 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 കിട്ടും. 42 നിന്ന് 41 3/42 ഇതാ 3/42/3/41 സമം 3/42 കുറയ്ക്കണം 41. അങ്ങനെയാണ് നമുക്ക് 3/1 കിട്ടുന്നത്. ഇനി എന്താണ് ഗൗരി ശങ്കർ പറയണം, മറുപടി പറയണം. മറുപടി പറഞ്ഞാൽ മതിയാവും. 1 ഇവിടെ ഉണ്ട്. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 3/2 9. 3 × 3 9 ആണ്. 3/3 എത്രയാണ്? 27. 3/4 എത്രയാണ്? 81. ആർക്കെങ്കിലും സഹായിച്ചെടുക്കുക ഗൗരി ശങ്കറിന്. 81. 81. ഗൗരി ശങ്കറിനെ സഹായിക്കാൻ ആള് വന്നു. അപ്പോൾ ഗൗരി ശങ്കർ 3 1 കൂട്ടി എത്രയാ മോനെ? 4. 9ന്റെ കൂടെ 4 കൂട്ടി എത്രയാ? 9ന്റെ കൂടെ 4 കൂട്ടിയാലാ 13. 13ന്റെ കൂടെ 27 കൂട്ടിയാലോ? 13ന്റെ കൂടെ 27 കൂട്ടിയാല് 40. 40. ആൾ സഹായിക്കണം. 40ന്റെ കൂടെ 81 കൂട്ടിയാലോ? 40ന്റെ കൂടെ 121. 121 കിട്ടുന്നത് ഗൗരി ശങ്കരെ. ഗൗരി ശങ്കർ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? 4 5 11 17. ഒന്നുകൂടി വെച്ച് 4 5 11 17. അപ്പോ ഈ 3/41 40 45 വരെ ചെയ്ത് കിട്ടുന്ന സാധനത്തെ 121 കൊണ്ട് വിശേഷം മരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. 11. ഗൗരി ശങ്കർ നമ്മൾ ആ ഓപ്ഷനില് അതില്ലല്ലോ ഗൗരി ശങ്കർ. ഇല്ല. എന്താ ചെയ്യാ? സർ 11 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? ഓപ്ഷനില് 121ന്റെ ചെറിയ മോൻ അവിടെ ഉണ്ട്. 121ന്റെ മകനാരാ? 11. 11 ഉണ്ടാ. 11നെ 11 കൊണ്ട് ഗുണിച്ചാൽ 121 ഉണ്ടാ. 11 മക്കളെ, ഞാന് ഒരു നല്ല ചോദ്യമാണ്, സാധ്യതയുള്ള ചോദ്യമാണ്. ഇത് ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. കാട്ടിക്കുളം ഇന്നലെ പോയ സ്കൂളാണ് കാട്ടിക്കുളം. കാട്ടിക്കുളത്തെ കുട്ടികള് എന്തെന്നാണ് ആ കുട്ടിയുടെ പേര്? 2-3 കുട്ടികളുടെ പേര് പറഞ്ഞില്ല ഞാൻ ഇന്ന് രാവിലെ വരും എന്നൊക്കെ പറഞ്ഞ പേര്. അവരുണ്ട് ഇതില്? ആരാ? റജി ആരാ? അദ്വൈതാണ് അല്ലേ? അദ്വൈതിനെ പിടിച്ച് അദ്വൈതിനെ കിട്ടി. അദ്വൈത് ഇപ്പൊ കോമസ്റ്റാണ്. അദ്വൈത് മനസ്സിലായോ? അദ്വൈതേ ഇല്ല സാർ. അയ്യോ. ഫെർമിൻ ജോസ് അല്ല, ഗായത്രി പോയോ? ഇല്ല സർ. ഉണ്ട്. ഗായത്രി, നമ്മുടെ കാട്ടിക്കുളം എന്നൊരു സ്ഥലമുണ്ട് വയനാട്ടില്, അറിയാമോ? ഇല്ല സർ. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഗായത്രി. അവിടെയുള്ള നല്ല ഇന്നലെ പോയി. അവിടെയുള്ള നല്ല മക്കളാണ്, നല്ലോണം പഠിക്കുന്ന മക്കളെ ഞാൻ കണ്ടത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന മക്കളെ കണ്ടുകൊണ്ട് വലിയ സന്തോഷം. അതിൽ വന്നൊരു കുട്ടിയാണ് ഇപ്പൊ പറഞ്ഞിരുന്ന അദ്വൈതിനെ കേൾക്കാം.
കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ചെറിയൊരു മകനാണ് ഗായത്രി, അദ്വൈത് കേട്ടോ. ഈ അദ്വൈതിന് വേണ്ടിയിട്ട് ഗായത്രിക്ക് ഇതൊന്ന് വിവരിച്ചു കൊടുക്കാം. സർ വിവരിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് 3:41 പ്ലസ് 3:42 പ്ലസ് 3:43 പ്ലസ് 3:44 പ്ലസ് 3:45. അപ്പൊ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇതില് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 11, 17, 4, 5, 4, 5. ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ ചോദ്യം വെച്ചാല് ഈ ഇപ്പൊ തന്നിരിക്കുന്ന ആ ഒരു എന്താണ് ആഡിങ് കൂട്ടിയാല് കിട്ടുന്ന സംഖ്യ ഈ കിട്ടിയ ഓപ്ഷൻസിൽ ഏതിനെ കൊണ്ടായിരിക്കും ഡിവിസിബിൾ ആയിരിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഗ്രൂപ്പിലെ ചെറിയ സംഖ്യ എടുത്തു. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3:41. അപ്പൊ ഈ ഫുൾ 3:41 മുതൽ 5:45 വരെയുള്ള ആ ഒരു ആഡിങ്ങിനെ നമ്മൾ 3:41 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ 3:41 ഒരു പ്രാവശ്യം പോകും. അപ്പൊ അവിടെ 1 ആയി. 3:41 മാറിയിട്ട് അവിടെ 1 ആയി. ഈ 3:41 3:42 എത്ര പ്രാവശ്യം പോകും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച x⁻m ഡിവൈഡഡ് ബൈ x⁻n പറയുമ്പോ x⁻m - n എന്ന് പറയുന്ന പോലെ ഇപ്പൊ 42 നമ്മൾ 41 ഉറക്കുക ചെയ്യാം. ഇപ്പം പിന്നെ ഇടക്കൊന്ന് ബോർഡ് കാണിക്കുന്നതല്ലാക്കാണ് ഞാൻ ഇടപെട്ടത്. മോനെ അദ്വൈത്, ഇവിടെ 3:41 പ്ലസ് 3:42 അങ്ങനെ 3:45 വരെ ചെയ്താൽ വലിയൊരു സംഖ്യയാണ്. അത് ഏത് സംഖ്യ കൊണ്ടാണ് നിശേഷം ഹരിക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്യാന്നുള്ളത് 3:41 ഇവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. കോമൺ ആയിട്ട് ആ കോമൺ ആയ സംഖ്യ കൊണ്ട് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിയാം. എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. 3:41 3:41 ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 3:42 ഡിവൈഡഡ് ബൈ 3:41 അതാണ് നേരത്തെ ഗായത്രി പറഞ്ഞത്. x⁻m ബൈ x⁻n എന്നുള്ള ക്രമത്തിലാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 42 41 കുറച്ചാൽ മതി. 42 41 കുറച്ചാൽ എത്രയാണ് അദ്വൈതേ? 1. അപ്പൊ അത് 3:1 ആവും. പിന്നെ 3:2 വരും. പിന്നെ 3:3 വരും. പിന്നെ അവസാനം 45 40 വെച്ചാൽ 3:4 വരും. ഇതെത്രയാന്ന് പറഞ്ഞാല് 1 പ്ലസ് 1 3 3 പ്ലസ് 3 9 പ്ലസ് 3 3 3 27 പ്ലസ് 3 3 3 3 81 കിട്ടുന്നു. ഇതെല്ലാം കൂടി കൂട്ടിയാൽ അദ്ദേഹത്തെ കിട്ടുന്നത് 121 ആണ് താനും. പക്ഷെ ഓപ്ഷൻ ഇല്ല. പകരം 121 സ്ക്വയർ റൂട്ട് ഉണ്ട്. 121 സ്ക്വയർ റൂട്ട് എത്രയാ? 11. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് പെട്ടെന്ന് നേരിടാൻ പറ്റും. ഇനി ഞാൻ ട്രയാങ്കിളായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. The perimeter of a triangle is 30. Find the possible sides of the triangle from the following. എന്തൊക്കെയാണ് ഗായത്രിയ പറഞ്ഞത്? The perimeter of a triangle is 30 centimeter. Find the possible sides of the triangle from the following. ഓഹോ, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവാണ് ആ പറഞ്ഞിരിക്കുന്നത് 30. പെരിമീറ്റർ ചുറ്റളവ് 30. ചുറ്റളവ് 30 ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ A, B, C, D എന്നീ ഓപ്ഷനില് അതിന് സാധ്യതയുള്ള അളവുകൾ ഏതൊക്കെയാണ്? ആ 3 സൈഡിന് സാധ്യതയുള്ള അളവുകൾ ഏതൊക്കെയാണ്? 3 ആണോ? 3 20 7 15 10 5 13 4 13 16 4 10. പറയൂ, ഇതിലേതാണ് പോസിബിൾ?
13, 4, 13. 13, 4, 13. പറയൂ, എല്ലാവർക്കും പറയാം. 13, 4, 13, 4, 13. ഓപ്ഷൻ 13, 4, കുട്ടികൾ എല്ലാവരും 13, 4, 13ലേക്ക് വരാനുള്ള കാരണം എന്താവാം? അതിലെ അത് വലിയ സംഖ്യ 13 ആണ്. രണ്ട് സംഖ്യ 13 ഉണ്ട്. വലിയ സംഖ്യയും അതിന്റെ അപ്പുറത്ത് രണ്ട് സംഖ്യയും കൂട്ടിയ വലിയ സംഖ്യക്കാട്ടും കൂടുതൽ കിട്ടിയാല ട്രയാങ്കിൾ. അപ്പൊ അതാരാ പറഞ്ഞത്? അദ്വൈത്. അദ്ദേഹം കണ്ടില്ലേ ഗായത്രി, അദ്ദേഹം തുടങ്ങിയില്ലേ? അദ്ദേഹത്തിന് ഒന്ന് ഇളക്കി വിട്ടുകൊടുത്താ മതി, അദ്ദേഹം ആയിക്കോളും. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞേ? 13 ആണ് അതില് വലിയ സംഖ്യ. ഓപ്ഷൻ സിയില് 4ഉം 13ഉം കൂടി കൂട്ടിയ 13നേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടുക. അങ്ങനെ കിട്ടുന്നത് ഒരു ട്രയാങ്കിളെ വരയ്ക്കാൻ പറ്റും. അപ്പൊ 13, 4, 13, അതായത് ഒരു ട്രയാങ്കിൾ ആകണമെങ്കിൽ രണ്ട് അളവുകൾ തമ്മിൽ കൂട്ടിയാൽ മൂന്നാമത്തതിനേക്കാൾ അധികം കിട്ടണം എന്നല്ലേ പറഞ്ഞത്? അല്ലേ? അല്ല, വലിയ അളവിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, അല്ലേ ഗായത്രി? ഞാൻ പറഞ്ഞ അതിനല്ലേ, അവൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്, അല്ലേ ഗായത്രി? അപ്പൊ ഇവിടെ രണ്ട് അളവുകൾ കൂട്ടിയാൽ മൂന്നാമത്തിനേക്കാൾ അധികം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അത് ശരിയാകുന്നില്ല. നോക്കിക്കോളെ, 10ഉം 4ഉം കൂട്ടിയാൽ 14, ആ 16നേക്കാൾ ചെറുതാ. അപ്പൊ അത് നടക്കൂല. അപ്പൊ ഇതാണ് അങ്ങനെയുള്ള ചോദ്യം വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഞാൻ സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. ചിലപ്പോ പരീക്ഷയ്ക്ക് വന്നാലോ. അദ്ദേഹം ഇപ്പം വായിക്കുന്ന നോക്കിക്കോളെ, ഇത് എത്രയാന്ന് വായിച്ച് തെറ്റിക്കുന്നത് കാണിച്ചത് ഇപ്പൊ കേട്ടോ ഗായത്രി. അദ്വൈതേ പോയ അതെത്രയാ വായിക്കുക? ഇപ്പൊ തെറ്റിക്കും, നോക്കിക്കോളെ. 3,08,025. തെറ്റിച്ചിട്ടില്ല. ഫെർമിൻ ജോസ് പോയോ? ഇല്ല സാർ. ഫെർമിൻ ജോസേ, ഈ സംഖ്യ എത്രയാ വായിക്കുക? 3,09,136. ശരിയാണ്. ഈ സംഖ്യകൾ വായിക്കാനുള്ളൊരു എളുപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ നോക്കിക്കോളെ. ആദ്യം 3 എണ്ണം കട്ട് ചെയ്യാം, പിന്നെ 2 എണ്ണം കട്ട് ചെയ്യാം. എപ്പോഴും സംഖ്യകൾ വലത്തുനിന്ന് ഇടത്തോട്ട് 3 കട്ട് ചെയ്യുന്നു, 2 കട്ട് ചെയ്യുന്നു, ആ ക്രമത്തിൽ കട്ട് ചെയ്താൽ മതി. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? അതിനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. These are consecutive square numbers, perfect squares. ഏതുപോലെ 1, 4 അടുത്തത് 9 ആണെന്ന് നിങ്ങൾക്കറിയാം. 4 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ 16 ആണെന്ന് സ്ക്വയർ നമ്പർ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതേപോലെയുള്ള these are consecutive perfect squares. What is the third perfect square? കണ്ടു. മൂന്നാമത്തെ ഏതായിരിക്കും? 3,10,247 അത് കറക്റ്റ് ആണ്. എങ്ങനെയാ മോളെ അത് കിട്ടുന്നത്? അത് സാർ പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് സെക്കൻഡ് നമ്പറും ഫസ്റ്റ് നമ്പറും കൂടി മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് 1,111. അപ്പൊ അത് സെക്കൻഡ് നമ്പറിന്റെ കൊണ്ട് ആഡ് ചെയ്താല് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പൊ മോള് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും വേണം. The difference of two consecutive square number is always sum of the two numbers. അല്ലല്ല, അത് വേറെ. ഇതാണ്. The difference of two consecutive perfect square is always The difference An odd number. an odd number. രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. കാരണം 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 3, 4ഉം 9 തമ്മിലുള്ള വ്യത്യാസം 5.
അപ്പൊ 3 കഴിഞ്ഞാൽ അടുത്ത ഓർഡർ നമ്പർ കൂട്ടിക്കൊടുത്താൽ മതി. അതാണ് നേരത്തെ ഗായത്രി പറഞ്ഞത്. 1111 എന്ന ഓർഡർ നമ്പറിന്റെ തൊട്ടടുത്ത ഓർഡർ നമ്പർ 1113 അത് ഏഡ് ചെയ്താൽ കിട്ടും. അപ്പോഴാണ് ആ കുട്ടിക്ക് 3,10,000 അങ്ങനെയാണോ? എത്രയാ ഉത്തരം കിട്ടിയത്? 3,10,249. അപ്പൊ നമുക്ക് 1113 ആഡ് ചെയ്യുന്നത്. തൊട്ടടുത്തതാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതും മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക്. 1113 കിട്ടുമെന്നോട് പറഞ്ഞുതരോ? എങ്ങനെ പറയൂ, എന്താണ് ചോദ്യം? സാറ് 1113 കിട്ടിയത് ഒന്നുകൂടെ പറഞ്ഞുതരോ? 11 കിട്ടി എങ്ങനെയാന്ന് പറഞ്ഞാല് രണ്ടാമത്തെ സംഖ്യയായ 3,09,136 എന്ന സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സ്ക്വയർ നമ്പറായ 3,08,025 എന്ന സംഖ്യ അങ്ങോട്ട് മൈനസ് ചെയ്തപ്പോൾ നേരത്തെ ഗായത്രി പറഞ്ഞത് ശരിയാണ്, 1111 കിട്ടുക. 1136 തന്നെ രണ്ടാമത്തെ സംഖ്യ എടുത്തു. അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ട മോനെ? 1713. ഇത് ആഡ് ചെയ്യണം. അത് കറക്റ്റ്. അത് ആഡ് ചെയ്താൽ എത്ര കിട്ടും പറയൂ? 3,10,249. ഇപ്പൊ ആ കുട്ടിക്ക് സംശയം തീർന്നോ? ഓ, ശരി. അപ്പം എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ഇനി ഒന്നിടവിട്ടൊന്ന് ചോദിക്കാം. ദ ഡിഫറൻസ് ഓഫ് ടു ഓൾട്ടേറ്റ് സ്ക്വയർ നമ്പർ ഈസ്, അങ്ങനെയും ചോദിക്കാം. ഒന്നിടവിട്ട 2 വർഗസംഖ്യയുടെ വ്യത്യാസം എന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്നിട്ട് നടുക്കുള്ള കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കൂടി സമയത്ത് നോക്കാം. ഇന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എല്ലാ ചോദ്യത്തിനും മോഡൽ പരീക്ഷ ആദ്യം തുടങ്ങുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഒരു മോഡൽ പരീക്ഷയുണ്ട്. 22-ാം തീയതി വീണ്ടും മോഡൽ പരീക്ഷയുണ്ട്. ആ 3 മോഡൽ പരീക്ഷയ്ക്കും എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മക്കൾ നോക്കുക. നന്നായിട്ട് സ്കോർ ചെയ്യുക. സമയവും കാര്യങ്ങളൊക്കെ പാലിക്കുക. മലയാളം AT BT ഒക്കെ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നതാണ്. അതേസമയത്ത് കണക്കിന് നമുക്ക് സമയം വേണം. അപ്പൊ ഒരു ചോദ്യം, ഒരു പേപ്പറിന് ഫസ്റ്റ് പേപ്പർ ആയാല് മലയാളം AT BT മാത്സ് ആണ്. അതില് 1.5 മണിക്കൂറാണ് നമ്മൾ പരീക്ഷ ദൈർഘ്യം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ രണ്ടും വേഗം തന്നെ എഴുതി തീർക്കുകയും ബാക്കിയുള്ള കണക്കിന് കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യുക. അറിയുന്നതൊക്കെ വേഗം ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് പിന്നീട് OMR ഷീറ്റിൽ നീല മഷിയോ കറുപ്പ് മഷിയുള്ള ബോൾ പോയിന്റ് പേന ഉപയോഗിക്കാം. OMR ഷീറ്റിന്റെ അടുക്ക മോഡലൊക്കെ അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് OMR ഷീറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ബബിൾ ചെയ്യുന്നൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. പിന്നെ 2 പേന കൊണ്ടുപോകാം. 2ഉം നീല മഷി കൊണ്ടുപോകാം, അല്ലെങ്കിൽ 2ഉം കറുപ്പ് മഷി. വീട്ടിൽ നിന്നൊക്കെ എഴുതി പരിശീലിച്ച പേന തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് പരീക്ഷാ ഒരുക്കങ്ങൾ. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. Which of the following least number when divided by 8, 1, 2 and 20 leaves the remainder 5? എന്താണ് ഗായത്രിയായി എഴുതിയത്? Which of the following least number when divided? Which of the following least number when divided by 812 and 20 leave the remainder 5? 812 ഒക്കെ വന്നു പോയതാണ് ഗായത്രി. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീസ്റ്റ് നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 8 എന്നാണ്. 8, 12, 20. 8 കൊണ്ടും 12 കൊണ്ടും 20 കൊണ്ടും ഹരിക്കുമ്പോൾ റിമൈൻഡർ 5 വരുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 115 ആണോ, 120 ആണോ, 125 ആണോ, 130 ആണോ? ഫെർമിൻജോസ് ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ. ഫെർമിൻജോസ്, Which of the following is the least when divided by 8, 12 and 20 gives 5 is remainder? Leaves the remainder 5. അതായത് Options are
ആ 150, 120, 125, 130. അപ്പോ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ LCM ആണ് കാണേണ്ടത് മനസ്സിലാക്കുക. LCM ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 8-ന്റെയും 12-ന്റെയും 20-ന്റെയും LCM കാണണം. LCM കാണാൻ നിങ്ങൾക്ക് അറിയാം ഫാക്ടറൈസ് ഇങ്ങനെ പോകുന്നത്. 2 കൊണ്ട് ഹരിച്ചു വെക്കാം. 4 കിട്ടും, ഇവിടെ 6 കിട്ടും, ഇവിടെ 10 കിട്ടും. പിന്നെ എന്താണ് ഗായത്രി ചെയ്യേണ്ടത്? 2 കൊണ്ട് വീണ്ടും ഹരിക്കും. വീണ്ടും പോട്ടെ 2 കിട്ടും, 3 കിട്ടും, 5 കിട്ടും അല്ലേ? അതിന് 2-ന്റെ ഇടങ്ങാറ് കഴിയട്ടെ ഗായത്രി, 2-ന്റെ ഇടങ്ങാറ് കഴിയട്ടെ. 2 കൊണ്ട് വീണ്ടും ചെയ്തേക്ക് 1 മാറ്റുക നമ്മൾ ആദ്യത്തെ ജോലി. പിന്നെ 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 1, 5. പിന്നെ 5 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 1, 1, 1. എല്ലാം 1 രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഇതൊന്നും ആവശ്യമില്ല, മനസ്സിൽ ചെയ്യാൻ പറ്റും. ശരി ഗായത്രി 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചു കഴിഞ്ഞു. 3 ഒരു പ്രാവശ്യം, 5 ഒരു പ്രാവശ്യം. 5 3 15. 15-നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ മോളെ? 120 ആണ്. 120. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ 120 ഉണ്ട്. അത് ശരിയാണോ ഗായത്രി? അല്ല. എന്താ? പക്ഷെ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വരില്ല. അതാണ്. ഇത് LCM കൊണ്ട് നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വരില്ല. 12 ഡിവൈഡ് സിസ്റ്റം വരില്ല. 20 ഡിവൈഡ് സിസ്റ്റം വരില്ല. ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് 5 സിസ്റ്റം വരണ്ടേ? 5 സിസ്റ്റം വരണമെങ്കിൽ 5 കൂട്ടണം. അപ്പോൾ 5 കൂട്ടിയാൽ 125. മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, മക്കളെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യേസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്. കുറെ യെസ് വന്നിട്ടുണ്ട്. ശരി, ഇനി എന്ത് ചോദ്യങ്ങൾക്കുള്ള നോക്കട്ടെ. ഇനി ഞങ്ങൾക്ക് അധികം സമയമില്ല. ഒരു ചോദ്യം കൂടി തരാം. നല്ല ചോദ്യമാണ്. ഇന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിങ്ങൾ നോക്കിയാൽ ചിലപ്പം വരും. ഇന്നത്തെ മോഡലിൽ വരും. ചോദിച്ചോട്ടെ ഗായത്രി? ഭയങ്കര ചോദ്യാണേ, പ്രശ്നാണേ. ചോദിച്ചോട്ടെ. What is the sum of prime factors of Ramanujan number? എല്ലാ കുട്ടി കുലുമാനായോ? അതൊന്ന് മയക്കട്ടെ. What is the sum of prime factors of Ramanujan number? രചനകളൊക്കെ വരുന്നത് എന്താ ചെയ്യാ? ശരി, ഞാനൊരു എഴുതി കാണിക്കാം, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് രാമാനുജൻ നമ്പർ? രാമാനുജൻ നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് വാട്ട് ഈസ് ദ സം ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് രാമാനുജൻ നമ്പർ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എഴുതിയെടുക്കാം. രാമാനുജ നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. കിട്ടിയ ആർക്കെങ്കിലും? ഗായത്രി കേൾക്കാമോ ഞാൻ പറയുന്നത്? അതിനെടുക്കാൻ നമ്മൾ ബോർഡിൽ എന്തോ പറ്റിക്കണ്ട, അതുകൊണ്ട് ഇപ്പൊ റെഡിയായി. ബോർഡിപ്പോ റെഡിയായി. What is the sum of prime factors of Ramanujan number? ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ രാമാനുജ നമ്പർ എന്നാണ്. ഒന്ന് വായിച്ച ഗായത്രി ഇത്
What is the sum of prime factors of Ramanuja number? രാമാനുജ സംഖ്യയുടെ പ്രൈം ഫാക്ടേഴ്സിന്റെ തുക എത്രയാണെന്നാണ് ചോദ്യം. Sir, 197 ആണോ? അല്ലല്ലോ, 1729 ആണ് രാമാനുജ നമ്പർ എന്ന് നമുക്കറിയാമോ? സർ അറിയാം. ഇനി രാമാനുജ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നാൽ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ പരിചയിച്ചത് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടൊക്കെ അയക്കാന്നുള്ള രീതിയിലായിരിക്കും സംഖ്യ വരിക എന്നുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ട് നടക്കൂല. മാത്രമല്ല, രാമാനുജ സംഖ്യക്കുള്ള ഫാക്ടേഴ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ ഈവൻ ഫാക്ടർ ഉണ്ടാവൂല. നോക്കോ, ഞാൻ കാണിച്ചു തരാം. ഇതിനെ 7 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റൂ. പെർമിൻ ജോസ്, 1729 7 കൊണ്ട് അയച്ചാൽ എത്ര കിട്ടും? പെർമിൻ ജോസ്, 247 കിട്ടും. അതാരാ പറഞ്ഞ 247? അദ്വൈത്. ഉണ്ടോ? കണ്ടില്ലേ അദ്വൈത് ഉദയിക്കുന്നത് ഇല്ലേ? ഇനി 247 പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? അദ്വൈതേ, 9. 9? അതാരോ ഒന്ന് മൈക്കിന് അദ്ദേഹത്തിന് മൈക്ക് മ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ഗായത്രിയിലേക്ക് പോകാം. ഗായത്രി, 247 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മോളെ കേട്ടോ. അത് പ്രൈം നമ്പറാണ്. അത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 19 കിട്ടും കേട്ടോ ഗായത്രി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചോദ്യം, നിങ്ങൾ ഇതുവരെ 2 കൊണ്ട് 3 കൊണ്ടൊക്കെ അയച്ച് ചെയ്യലുള്ളൂ കണ്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഖ്യകൾ കിട്ടുന്നത് മനസ്സിലാക്കുക. അപ്പം 7 × 13 × 19. അപ്പോൾ ഇവിടെ 7ന്റെ പവർ 1, 13-ന് 1, 19-ന് 1. നമ്മൾ എങ്ങനെയാ ഫാക്ടേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കുക? +1 ഇട്ട് കൊടുക്കും അല്ലേ ഫെർമിൻ ജോസ്? +1 അപ്പൊ 2 × 2 രാമാനുജ സംഖ്യക്ക് മനസ്സിലാക്കി വെച്ചോളൂ, 8 ഘടകങ്ങളാണുള്ളത്. രാമാനുജ സംഖ്യക്ക് 8 ഘടകങ്ങൾ. ഏതോ ഒരാളുടെ മൈക്ക് ഓണാണ്, ഒന്ന് ഓഫാക്കി വെക്കണം. ഈ 8 ഘടകങ്ങളാണ്. ഇനി എന്റെ ചോദ്യം ഇതായിരുന്നു, ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്, ആ പ്രൈം ഫാക്ടേഴ്സ് 3 എണ്ണാണ്. അത് ആരൊക്കെയാണ്? 7, 13, 19. ഇവ കൂട്ടിയാൽ എത്രയാണ് എന്റെ ചോദ്യം? പറയൂ, എത്രയാണ് ഇത് കൂട്ടിയാൽ കിട്ടുക? 39. ഉണ്ടോ? ചോദ്യം പോയ പോക്കുണ്ടെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം 8, പ്രൈം ഫാക്ടേഴ്സിന്റെ തുക 39. ഇനി വേറെ ചോദ്യങ്ങൾ വരാം. രാമാനുജ സംഖ്യയുടെ ഓഡ് ഫാക്ടേഴ്സ് എത്ര? ഓഡ് നമ്പർ ഫാക്ടേഴ്സ് എത്രയാ പറഞ്ഞു ജോസ്? രാമാനുജ സംഖ്യയുടെ ഓഡ് നമ്പർ എത്ര? 8 എണ്ണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, രാമാനുജ സംഖ്യക്ക് ഈവൻ ഫാക്ടേഴ്സ് ഇല്ല. നോക്കോ, 1 × 1729 ഓഡ് നമ്പർ, 7 × 247 2 ഓഡ് നമ്പർ, 13 × 133 ഓഡ് നമ്പർ, 19 × 91 അത് ഓഡ് നമ്പർ. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ ഫാക്ടേഴ്സ് ആണ്. ഇനി രാമാനുജനെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് 1 + 7 + 2 + 9. രാമാനുജന്റെ പ്രവർത്തനത്തിൽ പറഞ്ഞതാണ്. ഇത് 4 കൂടി കൂട്ടി നോക്കുക. രാമാനുജ സംഖ്യ ആ പ്രൊഫസർ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ നമ്പറായ 1729 എന്നുള്ളതിലെ ഡിജിറ്റ്സ് ഒക്കെ കൂട്ടി നോക്കാൻ പറഞ്ഞു. കൂട്ടി നോക്കി 19 കിട്ടി. ഉടനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. 91 കിട്ടി. 19നെ 91 കൊണ്ട് ഗുണിച്ചാൽ 1729. അതിന്റെ പ്രത്യേകതയാണ്. ഓർത്ത് വെക്കുക, രാമാനുജ സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം 8, രാമാനുജന്റെ ഓഡ് നമ്പർ ഫാക്ടേഴ്സിന്റെ എണ്ണം 8, രാമാനുജ സംഖ്യയുടെ സം ഓഫ് പ്രൈം ഫാക്ടേഴ്സ് അത് 39. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു ഹോംവർക്കാണ്.
ആ ഹോംവർക്കോടുകൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് ക്ലാസ് വരുമ്പോൾ ഹോംവർക്കിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാ ഹോംവർക്ക് പിടിച്ചോളൂ. A 2-digit number divided by another 2-digit number gives 8.25. Find the numbers. ഗായത്രി, ഇതാണ് നമ്മുടെ ഹോംവർക്ക്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗായത്രി. പറഞ്ഞതോ കേട്ടതോ തെറ്റിയതായിരിക്കാം. 7 എന്നല്ല, എ എന്നാണ്. ഒന്ന് വായിച്ച നമ്മള്. A 2-digit number divided by another 2-digit number gives 825. Find the numbers. 8.25 അങ്ങനെ തന്നെ വായിക്കണം. 8.25. Point കണ്ടില്ല സർ. പോയിന്റ് കാണുന്നുണ്ട്, കണ്ടു. ശരി. ഒന്നുകൂടി വായിച്ചേ. A 2-digit number divided by another 2-digit number gives 8.25. Find the number. അപ്പോൾ അദ്വൈതേ കേട്ടോളൂ. ഒരു 2 അക്ക സംഖ്യയെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.25 കിട്ടിയെങ്കിൽ ആ 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിക്കോളൂ. ഇപ്പോഴല്ല, ഈ യൂട്യൂബിൽ ഈ ക്ലാസ് ഇന്ന് തന്നെ വരുമ്പോൾ, ഇന്ന് മോഡൽ പരീക്ഷ എഴുതാൻ പോകുന്ന KPSTയുടെ മോഡൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആ മോഡൽ പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ രാവിലെ നമ്മൾ കംപ്ലീറ്റ് ചർച്ച ചെയ്യും. നാളെ രാവിലെ 5:30 വരാൻ തയ്യാറായിക്കോളൂ. നാളെ രാവിലെ 5:30 മണിക്ക് ഇന്നത്തെ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുടെ പ്രത്യേകിച്ച് കണക്കിന്റെ ഡിസ്കഷൻ ആയിരിക്കും. നിങ്ങൾക്കും പങ്കെടുക്കാം. എല്ലാ കുട്ടികൾക്കും വിജയം നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.